ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹിമ വ അലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. റമദാൻ ദർസിലെ ഇന്നത്തെ വിഷയം നോമ്പും മറവിയും എന്നതാണ്. ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ നസിയ അഹദുക്കും ഫഅകല വശരിബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹുല്ലാഹു വസഖാഹു. ബുഖാരി കിതാബു സൗം. തർജുമ: ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്യുകയുണ്ടായി, നിങ്ങളിൽ ആരെങ്കിലും മറവി കാരണത്താൽ നോമ്പിൻ്റെ അവസ്ഥയിൽ ഭക്ഷിക്കുകയോ ജലപാനം നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ നോമ്പ് പൂർത്തിയാക്കട്ടെ. അള്ളാഹു ആണ് നിശ്ചയമായും അവനെ അല്ലെങ്കിൽ അവളെ ഭക്ഷിപ്പിക്കുകയും അതുപോലെ തന്നെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തത്. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ദുർബല പ്രകൃതനാണ്. മനുഷ്യന് ഒരുപാട് കുറവുകളും പോരായ്മകളും ന്യൂനതകളും ഒക്കെ ഉണ്ട്. മറവിയും മനുഷ്യൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ മറവി കാരണത്താൽ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്നും വീഴ്ച വരികയാണെങ്കിൽ ഇസ്ലാം അത്തരക്കാർക്ക് ആ വിധിയിൽ, പ്രത്യേകമായ ആ കൽപ്പനയിൽ അവർക്ക് ഇളവ് നൽകുന്നുണ്ട്. അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ എളുപ്പമുള്ള പാഠമാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. കാരണം അള്ളാഹു ഒരിക്കലും തന്നെ ഒരാളുടെ ശക്തിക്ക് കഴിവിന് അതീതമായി ഒന്നും തന്നെ ചെയ്യാൻ പറയുന്നില്ല. അതുകൊണ്ട് മനുഷ്യ പ്രകൃതി അവന് ഓർമ്മപ്പിശകിൻ്റെ കാര്യം പ്രായസംബന്ധമായ കാരണത്താലുണ്ടാകാം, അല്ലെങ്കിൽ പലതരം അസ്വസ്ഥതകളും അതുപോലെ തന്നെ പലതരം ടെൻഷൻ ഒക്കെ ഉണ്ടാകുന്ന അവസരങ്ങളിലുണ്ടാകാം. അങ്ങനെ പല തെറ്റിദ്ധാരണകളുടെ കാരണമായും അവന് മറവി ഉണ്ടാകാം. അങ്ങനെ മറവിയുള്ള സന്ദർഭത്തിൽ നാം നോമ്പ് നോക്കുന്ന അവസ്ഥയിൽ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ അത് ആരെങ്കിലും ഓർമ്മപ്പെടുത്തിയാൽ അല്ലെങ്കിൽ നമുക്ക് സ്വയം ഓർമ്മ വന്നാൽ നമ്മൾ അതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതാണ്. കാരണം അക്കാര്യത്തെക്കുറിച്ച് ഹദീസിൽ വന്നിരിക്കുന്നത് അള്ളാഹു ആണ് തിന്നിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തത് എന്നാണ്. ഇത് അള്ളാഹു തിന്നിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്തു എന്ന് ബാഹ്യമായ വിവക്ഷയല്ല ഇതിനുള്ളത്. അത് അവന് അള്ളാഹു മാപ്പാക്കി കൊടുക്കുന്നു. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും പിടികൂടപ്പെടാത്ത ഒരു പ്രവൃത്തിയാണ് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. മറ്റൊരു സ്ഥലത്ത് ഹദീസിൽ വന്നിരിക്കുന്നത് അള്ളാഹു ആണ് റിസ്ക് നൽകിയത്, അള്ളാഹു ആണ് അന്നം നൽകിയത് എന്നും വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇക്കാര്യത്തെക്കുറിച്ച് ഒരു സഹാബി ചോദിക്കുകയുണ്ടായി, ഞാൻ അറിയാതെ വല്ലതും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ നോമ്പ് മുറിയുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, ഇല്ല, നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ മറവിയുടെ കാര്യം പ്രത്യേകം പരാമർശിക്കുകയാണെങ്കിൽ അറിയാതെ അബദ്ധത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെ അവൻ്റെ നോമ്പിന് വിഘാതമായി ഒരാൾക്ക് ഭവിക്കുന്നില്ല. എന്നാൽ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നാം ചെയ്യേണ്ട കാര്യമാണ്. നോമ്പെടുത്ത അവസ്ഥയിൽ നാം ഭക്ഷണ പാനീയങ്ങൾക്ക് മുമ്പിൽ പോകുകയോ അങ്ങനെയുള്ള സദസ്സുകളിൽ ചെല്ലുകയോ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് പോകുകയോ ചെയ്യുന്നത് പരമാവധി കുറയ്ക്കേണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ, നിർബന്ധ സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പരമാവധി ഈ ഭക്ഷണ പാനീയങ്ങളിൽ നിന്നും അങ്ങനെയുള്ള സദസ്സുകളിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കാനും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം റമദാൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഭയഭക്തി അഥവാ സൂക്ഷ്മത അവലംബിക്കുക എന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മറവിൽ നമുക്ക് ദാഹം വരുമ്പോൾ അല്ലെങ്കിൽ വിശപ്പ് തോന്നുമ്പോഴൊക്കെ നാം ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പരസ്യമായ നിലയിൽ ആ ഒരു കാര്യം നാം തുടർന്നു പോയി അത് മറന്നുപോയി എന്നൊരു കാരണം നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ല. ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം എന്നും ആണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരു സംഭവം നടക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനോട് ഒരു സഹാബി പറഞ്ഞു, ഞാൻ ഒരിക്കൽ എൻ്റെ വീട്ടിൽ രാവിലെ സമയത്ത് അത്താഴം കഴിക്കേണ്ട സമയമാണെന്ന് കരുതി അത്താഴം കഴിച്ചു. ശേഷം പിന്നീട് വേറൊരാൾ വന്നപ്പോൾ മനസ്സിലായി ഞാൻ അത്താഴം കഴിച്ച സമയം നേരം വെളുത്തതിന് ശേഷമായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഹദ്റത്ത് മസീഹ് ഇസ്ലാം വളരെ സരളമായി പറഞ്ഞത്, താങ്കളുടെ നിയത്ത് ശരിയായിരുന്നു, അതുകൊണ്ട് ആ കാര്യത്തിൽ ഭയക്കേണ്ട, താങ്കൾക്ക് നോമ്പെടുക്കാവുന്നതാണ് എന്നാണ്.
അങ്ങനെയുള്ള കാര്യത്തിൽ നമുക്ക് മറവി സംഭവിക്കുകയാണെങ്കിൽ, അബദ്ധം പിണയുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ നോമ്പിന് വിഘാതമായി ഭവിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസ് ഹദ്റത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യപ്പെടുന്നത്, നോമ്പെടുത്ത ഒരു വ്യക്തിക്ക് ഉള്ള മറ്റൊരു ഇളവ്, ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് അതിൻ്റെ ഉപ്പോ അതിൻ്റെ മുളകോ അതിൻ്റെ ടേസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. ഭക്ഷണം കഴിക്കാൻ അനുവാദമുണ്ട് എന്നല്ല, അത് രുചി നോക്കി തുപ്പിക്കളയണം എന്നാണ് ഹദീസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ രുചി നോക്കുന്ന ഒരവസ്ഥ വരെ പാടുള്ളതാണ്. കാരണം പൊതുവെ എല്ലാവരും ഭക്ഷണം ആ സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുകയും ഭക്ഷണം പാകം ചെയ്യുകയും രുചി നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യണമെന്നല്ല ഇത് അർത്ഥമാക്കുന്നത്. പൊതുവെ സ്ത്രീകളൊക്കെ തന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, നോമ്പ് തുറക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാകുമ്പോൾ ആ ഭക്ഷണത്തിന് അരുചി ഇല്ലാതിരിക്കാൻ, ആ ഭക്ഷണം പാഴാകാതിരിക്കാൻ വേണ്ടി പാലിക്കേണ്ട കാര്യങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ രുചി പാകം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നോക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ ഇതും ഒരു ശീലവും വഴക്കവുമാക്കരുത് എന്നാണ് നമുക്ക് ഈ അധ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നോമ്പും മറവിയും എന്ന കാര്യത്തിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ, ഒരു നോമ്പുകാരന് കൂടുതലായി ശ്രദ്ധിക്കാൻ ഒരുപാട് ആരാധനാ കാര്യങ്ങളും ആരാധന കൃത്യങ്ങളും ഒക്കെയുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് അവൻ മുഴുകുമ്പോൾ ഇത്തരത്തിലുള്ള മറവികൾ സംഭവിക്കാനുള്ള സാധ്യതയും കുറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കേവർക്കും നോമ്പിൻ്റെ എല്ലാ വിധിയും അനുസരിച്ച് നോമ്പെടുക്കാനും റമദാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹാശിസുകൾ കരസ്ഥമാക്കാനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.